പെട്രോളിനൊപ്പം ഹൈഡ്രജനും ബൈക്കിൽ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് തൊടുപുഴ അലസർ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ബേസിൽ ജോർജ്, ബേസിൽ സണ്ണി, വിവേക് വിനോദ്, ജിക്കു വർഗീസ് എന്നീ വിദ്യാർത്ഥികൾ ബൈക്ക് രൂപകൽപ്പന ചെയ്തത്. പഴയ 150cc 4-സ്ട്രോക്ക് പൾസർ ബൈക്കിൽ ഇവർ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബാറ്ററിയുടെയും സ്പീഡ് സെൻസറിന്റെയും സഹായത്താൽ വെള്ളത്തിൽ നിന്ന് വിഘടിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ ബൈക്കിലെ രണ്ടാമത്തെ ഇന്ധനമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പെട്രോൾ ഉപഭോഗം പകുതിയായി കുറക്കാമെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ ബേസിൽ സണ്ണി പറഞ്ഞു. ഇത് ബൈഫ്യൂൽ ബൈക്കാണ് ഞങ്ങളിപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഹൈഡ്രജനും അതുപോലെ തന്നെ പെട്രോളും യൂസ് ചെയ്ത് നമുക്ക് ഈ ബൈക്ക് ഓടിക്കാവുന്നതാണ്. ഇതിന് മെയിനായിട്ട് ഒരു ഹൈഡ്രജൻ സെല്ലാണുള്ളത്. ഈ ഹൈഡ്രജൻ സെല്ലിൽ നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ പ്രൊഡക്ഷനാണ് ഇതിൻ്റെ നടക്കുന്നത്. നമ്മൾ വാട്ടർ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന വഴി നമുക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഹൈഡ്രജൻ നമ്മൾ കാർബറേറ്ററിൻ്റെ ഔട്ടിലും അതുപോലെ ഓക്സിജൻ നമ്മൾ ഫിൽറ്ററിലേക്കുമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം ഇത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ബൈഫ്യൂവൽ എന്ന് പേരിട്ടിരിക്കുന്ന ബൈക്കിൽ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ 38 മുതൽ 40 വരെ മൈലേജ് കിട്ടിയിരുന്നത് ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ 70 കിലോമീറ്ററായി വർദ്ധിച്ചതായി വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. ഇത് മറ്റു ബൈക്കുകളിലും ഉപയോഗിക്കാം. അതായത് ബൈക്കിന്റെ മൈലേജ് എത്രയാണോ അതിനിരട്ടി മൈലേജ് ഈ ഇരട്ട ഇന്ധന ബൈക്ക് നൽകും. ബൈക്കിന്റെ വില കൂടാതെ 27,000 രൂപ മാത്രമാണ് ഈ സംവിധാനത്തിന് ചിലവായതെന്നും ഇവർ പറയുന്നു. ബിജു തറയിൽ, മീഡിയ 1.